ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു മെഡിറ്റേഷൻ ടെക്നിക്കിനെ കുറിച്ച് പറയാം. ഈ മെഡിറ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഞാനൊരു യോഗ ടീച്ചറോ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കറോ ഒന്നല്ല. ഞാനൊരു സൗണ്ട് റെക്കോർഡിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഫീൽഡ് റെക്കോർഡിസ്റ്റും ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റുമാണ്. പക്ഷേ ഞാനിങ്ങനെ കുറേ നാളിങ്ങനെ യാത്ര ചെയ്യുന്നു, ഒരുപാട് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു. ഇങ്ങനെ ശബ്ദയാത്ര നടത്തുന്നതിനിടയിലാണ് ഈ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ടെക്നിക്കിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് സറൗണ്ട് സൗണ്ട് മെഡിറ്റേഷൻ ആണ്. ഈ സറൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. കാരണം നിങ്ങൾ തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ DTS, അതുപോലെ ഡോൾബി അറ്റ്മോസ്, 7.1, 5.1 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടാകും. കാരണം തിയേറ്ററിൽ സാധാരണ നമ്മൾ സിനിമ കാണുന്ന ഇപ്പോൾ എല്ലാ തിയേറ്ററുകളിലും ഇത്തരം സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ മുഴുവൻ ക്യാപ്ചർ ചെയ്ത് അത് സൗണ്ട് ഡിസൈനേഴ്സ് ഒരു പ്രത്യേക രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. തിയേറ്ററിൽ അത് ഒരുപാട് സ്പീക്കേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഭാഗത്തു നിന്ന് കേൾക്കുന്ന ശബ്ദം, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ലെഫ്റ്റ് സൈഡിൽ നിന്നും, റൈറ്റ് സൈഡിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം റൈറ്റ് സൈഡ്, അതുപോലെ ബാക്ക് സൈഡ്, ടോപ്പ്, എല്ലാ ഏരിയയിലുള്ള ശബ്ദങ്ങൾ അതാത് സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവിക്കുക. അതാണ് ഈ DTS അല്ലെങ്കിൽ ഈ ഡോൾബി അറ്റ്മോസ് മിക്സിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു മെഡിറ്റേഷൻ്റെ ഒരു രീതി അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് അതിൻ്റെ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ആ ഒരു DTS സൗണ്ട് അല്ലെങ്കിൽ ഒരു ഡോൾബി അറ്റ്മോസ് സൗണ്ട് കേൾക്കുന്നൊരു ഫീലാണ് നമുക്കിത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടീസാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ആവശ്യമുണ്ടാവും എന്നുള്ളത്. എന്നാൽ ഇതിനൊരു ടെക്നോളജിയും ആവശ്യമില്ല. ഈ ടെക്നോളജീനൊക്കെ മേലെ നിൽക്കുന്നൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. അത് മതി, നമ്മുടെ ചെവി. അതായത് ഈ ചെവിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ചെവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാറുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങളിപ്പോൾ ഒരാളോട് സംസാരിക്കുകയെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ആളുടെ ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതായത് കേൾക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങളെ ശ്രദ്ധയിൽ അതുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കേൾക്കേണ്ടത് മാത്രം കേൾക്കുന്നതുകൊണ്ട് പലപ്പോഴും പല ശബ്ദങ്ങൾ നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മളെല്ലാം കേൾക്കണം. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ശബ്ദങ്ങളും കേൾക്കണം. അതാണ് ഈ ടെക്നിക്കിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു പ്രത്യേകതര ഒരു അനുഭവം, ഒരു ഫീലിങ്സ് ഉണ്ട്. അതിലൂടെയാണ് ആ ഒരു മെഡിറ്റേഷൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു എവിടെയാണോ ഇരിക്കുന്നത്, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പാർക്കിലാവാം, അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്താവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കടൽ തീരത്തോ, അല്ലെങ്കിൽ എവിടെ നിങ്ങളിരിക്കുന്ന സ്ഥലത്തിന് യാതൊരു പ്രത്യേകത ഉണ്ടോയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ശബ്ദങ്ങളുള്ളൊരു സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണടച്ചിരിക്കുക. കണ്ണടക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു ഇന്ദ്രിയം അതോടുകൂടി കട്ടാവുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട 2 ഇന്ദ്രിയങ്ങളിലൊന്നാണ്, ഒന്ന് കണ്ണും ഒന്ന് ചെവിയും. അപ്പോൾ കണ്ണടക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ കാഴ്ച അവിടെ ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ചെവിയുടെ പവർ കൂടും. അപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക ചെവിയിലൂടെ. ഈ ശ്രദ്ധിക്കുന്നതിനൊരു രീതിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ കേൾക്കേണ്ടത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ, ഇതല്ല, നമ്മളെല്ലാം കേൾക്കണം. അപ്പോൾ നമ്മളൊരു പാർക്കിലോ മറ്റോ ഇരിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 പേര് സംസാരിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം കേട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാനത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതും കണ്ണടച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആ ശബ്ദം അവരിങ്ങനെ എന്തൊക്കെയോ കുശി നിൽക്കുന്നതായിരിക്കാം. പക്ഷേ അത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അത് നമ്മളെ ചെവിയിലേക്ക് ഇങ്ങനെ കയറി വരുന്നതായിട്ട് കാണാം. കുറച്ച് കൂടുതൽ കയറി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് നമ്മുടെ മുന്നിലൂടെ ഇപ്പോൾ ഒരു വണ്ടി, ഒരു കാർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആ കാർ പാസ് ചെയ്ത് പോകുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ണടച്ച് ശ്രദ്ധിക്കുമ്പോൾ അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പാസ് ചെയ്ത് പോകുന്നത് പോലെ നമ്മളിങ്ങനെ ആ ശബ്ദത്തെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അനുഭവിക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്നും കാണുന്നില്ല, പക്ഷേ ശബ്ദത്തിലൂടെ നമ്മളിത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ കാർ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പട്ടി കുരക്കുന്നു, അല്ലെങ്കിൽ കോഴി കൂവുന്നു, എനിത്തിങ്, ഏത് ശബ്ദമായാലും ഈ ശബ്ദം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാം കൂടി ഒരുമിച്ച് കേൾക്കരുത്,
നമ്മൾ കണ്ണടച്ചിരിക്കുക, ആദ്യം ഇടത്ത് ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് അത് ശ്രദ്ധിക്കുക, വലത്ത് ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടെങ്കിൽ അതിലേക്ക് പോവുക, നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ വല്ല വാഹനങ്ങൾ പോകുന്നുണ്ട് അത് ശ്രദ്ധിക്കുക, ഫ്രണ്ടിൽ എന്താണ് ശ്രദ്ധിക്കുക. ഇങ്ങനെ മാറി മാറി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ശബ്ദം നമ്മൾ കൂടുതൽ നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ കയറി വരും, ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് കയറി വരും. അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ കുറേ സമയം എടുത്ത്, ഇത് ആദ്യമൊന്നും നമുക്കിങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, കാരണം നമുക്കിങ്ങനെ ഒരു ശീലമില്ലല്ലോ. പക്ഷെ പതുക്കെ നമ്മൾ ഓരോ മൈന്യൂട്ട് ശബ്ദവും നമ്മളെ ചെവിയിൽ വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ ശബ്ദത്തിൽ ഇങ്ങനെ ലയിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു DTS അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ ഇരിക്കുന്നൊരു ഫീല് നമ്മുടെ ചെവി കൊണ്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മുടെ ശ്രദ്ധയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സംഭവം. അതായത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് ഇപ്പോൾ ഒരു ട്രെയിൻ പോകുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, അത് നമ്മളോട് സംസാരിക്കുമ്പോഴും ഞാനത് കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുക. ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഓരോ മൈന്യൂട്ട് ശബ്ദവും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ മനസ്സ് നമ്മുടെ പ്രസൻറ്റിലേക്ക് വരും. നമ്മൾ ഈ ചുറ്റുപാടുള്ള ശബ്ദത്തിൽ മാത്രം നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കും. അതോടുകൂടി നമ്മുടെ മനസ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല പ്രഷേഴ്സ് നമ്മൾ അനുഭവിക്കും, ജോലിയുടെ പ്രഷർ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പൂർണ്ണമായും പ്രസൻറ്റ് വേൾഡിലാവുകയും നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമാവുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഞാൻ ഇതിനെ മെഡിറ്റേഷൻ എന്ന പേര് ഇതിന് വിളിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ഒബ്സർവേഷനാണ്, പക്ഷേ ഇതൊരു മെഡിറ്റേഷൻ രീതിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് നല്ലൊരു ശാന്തത, നല്ലൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വർക്ക് പ്രഷേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ വല്ല പാർക്കിലൊക്കെ വന്നിരുന്നിട്ട് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ, ശബ്ദത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമല്ല, ഇതൊരു വലിയൊരു അനുഭവമാണ് നമുക്ക് തരുന്നത്. കാരണം ഇത് ആദ്യം നമുക്കിതൊക്കെ ഒരു കുറേ അലമ്പ് ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ഓരോന്നിലേക്കും ശ്രദ്ധിച്ച് ഓരോ ഭാഗത്തേക്കും ശബ്ദത്തിനെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യം പറയാമല്ലോ, നമുക്കൊരു അറ്റ്മോസ് തിയേറ്ററിൽ ഇരിക്കുന്ന ഫീലിലേക്ക് നമ്മൾ എത്തും. ഗ്രാജ്വലി എത്തുള്ളൂ, പെട്ടെന്നൊന്നും നമ്മൾ എത്തില്ല, പതുക്കെ എത്തും. പക്ഷേ അത് പിന്നീട് നമുക്ക് അനുഭവിക്കുന്നത് വല്ലാത്തൊരു ലോകമായിരിക്കും. കാരണം നമ്മളൊന്നും കാണുന്നില്ല, പക്ഷേ ഇമാജിനേഷനിലൂടെ നമ്മൾ ആ ശബ്ദത്തെ കേട്ടുകൊണ്ട് നമ്മൾ ഇമാജിൻ ചെയ്യും, ഓരോ വിഷ്വലും നമ്മളെ മനസ്സിൽ വരികയും ചെയ്യും. ഇതിൻ്റെ ഇടയിൽ നല്ല ചിന്തകളും കാര്യങ്ങളും അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളേക്ക് വന്നേക്കാം, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. അപ്പോഴും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, ശബ്ദത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പോയിക്കോളും, ആ ചിന്തകളും ഇങ്ങനെ ലയിച്ച് എങ്ങോട്ടെങ്കിലും അകന്ന് പോയിക്കോളൂ എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്ക് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വേണമെങ്കിൽ ഞാൻ ഒരു ചെറിയ ഇതുവരെ നിങ്ങൾ കേട്ടതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ പ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യും ഒക്കെ ചെയ്യാം. ഇനി അങ്ങോട്ട് വേണമെങ്കിൽ ഞാനൊരു ചെറിയൊരു ഒരു പ്രാക്ടിക്കൽ സാധനം, ഇത് റിയൽ സൗണ്ട് അല്ല, ഞാനൊരു സൗണ്ട് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ജസ്റ്റ്. പക്ഷേ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി. ഇവിടെ വെച്ച് നിങ്ങൾ ഈ വീഡിയോ നിർത്തുകയാണെങ്കിൽ ഇത് മതി, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി കൂടുതൽ ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണ് ഇത് ചെവിയിലേക്ക് അനുഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടെക്നിക്ക് കാണിക്കാൻ പോവുകയാണ്. അത് കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ടെക്നിക്കിലേക്ക് പോവാം. ഓക്കെ. ഇപ്പം എനിക്ക് ചുറ്റും ഒരുപാട് ശബ്ദങ്ങളുണ്ട്, പല ശബ്ദങ്ങളാണ്. അതിന് പ്രത്യേക ഫോക്കസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇപ്പം എൻ്റെ ഇടത്ത് ഭാഗത്ത് ഒരു പട്ടി കുരക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഇപ്പം എൻ്റെ ബാക്ക് സൈഡിലൂടെ ഒരു ബൈക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട്, അത് ദൂരെ നിന്ന് വരുന്നുണ്ട്, അത് അടുത്തടുത്ത് വരുന്നുണ്ട്, പാസ് ചെയ്ത് പോയി. എൻ്റെ ഫ്രണ്ടിലൂടെ ഒരാൾ നടന്നു വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നടന്നു വരുന്നത്. അയാളുടെ സ്റ്റെപ്പിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം. അയാൾ എൻ്റെ അടുത്തേക്ക് നടന്ന് വരികയാണ്. ആൾ പോയി. മരത്തിൻ്റെ മുകളിൽ നിന്ന് പക്ഷികൾ ചെറുതായിട്ട് ഇങ്ങനെ കരയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, കാക്ക കരയുന്നത് കേൾക്കുന്നുണ്ട്. പല ശബ്ദങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട്. ഞാൻ അതിലെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ
ഇപ്പം നിങ്ങൾക്കൊരു ഫീല് കിട്ടിയിട്ടുണ്ടാവും. ഞാനത് മിക്സ് ചെയ്തതാണ്. ഇതൊന്നും ഈ റിയൽ സൗണ്ട് അല്ല, ഇവിടെ കാണുന്ന സൗണ്ട്, ഇവിടെയുള്ള ശബ്ദങ്ങളൊന്നുമല്ല, ഞാനത് മിക്സ് ചെയ്തതാണ്. പക്ഷേ നിങ്ങൾ ശരിക്കും ഇതേപോലെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ തീർച്ചയായും അത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. നമ്മളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തും, മനസ്സിന് നല്ല ശാന്തത കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, റിസൾട്ട് എന്നോട് അറിയിക്കുക. എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ അനുഭവിച്ച റിസൾട്ട് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ശബ്ദയാത്രയായിട്ട് ഇങ്ങനെ തുടരുകയാണ് യാത്ര. ശബ്ദങ്ങൾ ക്യാപ്ചർ ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് എൻ്റെത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വല്ല ടിപ്സും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ ഇനിയും വീഡിയോ കാണണം, ഇനിയും എൻ്റെ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.